സുലൈമാൻ നബി ആരാ? സുലൈമാൻ നബി നമ്മളും തമ്മിൽ വലിയ ബന്ധുവാണ്. സുലൈമാൻ നബിയുടെ കൊട്ടാരം നിർമ്മിക്കാൻ കൊണ്ടുപോയ തേക്ക് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി തേക്കുംകാട്ടുന്നാണെന്ന് ഭാരതപ്പഴമെന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഡോക്ടർ അയ്യപ്പൻ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ കാണാം. സുലൈമാൻ നബി 4500 കൊല്ലം മുമ്പേ ആചരിക്കുന്നത്. സോളമൻ എന്നാണ് ബൈബിളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി രേഖപ്പെടുത്തിയത്. ആ സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തിൽ ഒരു മുഅ്ജിസത്ത് കാറ്റിനെ അല്ലാഹു വെളിപ്പെടുത്തി കൊടുത്തു. എയർ സുലൈമാൻ നബിക്കുള്ള മെസ്സഞ്ചർ ആയിരുന്നു. ഇതൊക്കെ ലോകത്ത് ഒരു 4000 കൊല്ലം മുമ്പേ കാറ്റിനോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ പറയും വട്ട് തുടങ്ങി തോന്നിട്ടോ കാറ്റിനോട് സംസാരിക്കേ അല്ലേ? നമ്മൾ 40 ഹദീസ് എന്ന് പറഞ്ഞ കിതാബ് നമ്മളെ പണ്ഡിതത്തിൽ ഓതുന്ന 10 കിതാബിലുള്ള ഒരു കിതാബ് 40 ഹദീസ് 40 ഹദീസ്. അതിന് ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തില് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം ഒരുപാട് അടയാളം. അൻതലിദൻ നബത്തു റബ്ബതഹ, അടിമസ്ത്രീ അവൾക്കുള്ള നേതാവിനെ പ്രസവിക്കലാണ്. അതിനൊക്കെ ഡെഫിനിഷനിലേക്ക് ഇപ്പൊ ഞാൻ പോടില്ല, സമയം കുറവുണ്ട്. വിശദീകരണം നൽകപ്പെടേണ്ട ഹദീസാണ്. അടിമസ്ത്രീ അവൾക്കുള്ള നേതാവിനെ പ്രസവിക്കാക്കാൻ വലിയ അർത്ഥം. അക്കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു ലോകാവസാനത്തിന്റെ ലക്ഷണം ഇരുമ്പും ചെമ്പും ലോക വസ്തുക്കളും നിങ്ങളോട് സംസാരിക്കുന്ന കാലം വരുമെന്ന കാല റസൂലുള്ളാഹി. മോനെ ആരെങ്കിലും ഓർമ്മയിലേക്ക് വിളിച്ച്. ഇരുമ്പും ചെമ്പും മാത്രമല്ല, നമ്മളെ കയ്യിലിരിക്കുന്ന നോക്കിയയുടെ മൊബൈലിന്റെ ഉള്ളിലൊക്കെ 10 രൂപയുടെ പ്ലാസ്റ്റിക്കാ. പൊളിച്ചാൽ ചൈനയുടെ മൊബൈൽ പിന്നെ നേരെക്കാൻ പറ്റില്ല, തലയിട്ട് അങ്ങോട്ട് വലിച്ചെറിയാനേ പറ്റുള്ളൂ. അതുപോലെ ഒക്കെ പ്ലാസ്റ്റിക്കാ. അതിന്റെ അകത്തുനിന്നല്ലേ ഇങ്ങോട്ട് പാട്ട് കേൾക്കുന്നത്, അതിന്റെ അകത്തുനിന്നല്ലേ ഇങ്ങോട്ട് മെസ്സേജ് പറയുന്നത്, അതിന്റെ അകത്തുനിന്നല്ലേ ഇങ്ങോട്ട് ഇൻഫർമേഷൻ തരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാലത്ത് നിങ്ങളോട് ഇരുമ്പും ചെമ്പും ലോഹങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്ന കാലം വരുമെന്ന് കാല റസൂലുള്ളാഹി. അതിപ്പോ വന്നു, നമ്മൾ കണ്ടു. സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തൊന്ന് കാറ്റിനെ വെളിപ്പെടുത്തി കൊടുത്തു. കാറ്റ് സുലൈമാൻ നബിയോട്, സുലൈമാൻ നബി പറയാണ്, കാറ്റേ നീ എന്നെ ഇപ്പൊ ഒന്ന് ബിൽഖീസിന്റെ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഇറക്കി. സുലൈമാൻ നബി പോണ പോക്കെ ആലോചിക്കാൻ വയ്യ. ഇപ്പൊ ആ കാലം വന്നു പോലെ കാറ്റിലൂടെ സഞ്ചരിക്കാനുള്ള കാലം വന്നു. കാലൊക്കെ വല്ലാതെ പുരോഗമിച്ചു. ഞാൻ മർക്കസ് കോംപ്ലക്സിൽ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. എന്താ ജോലി? പറഞ്ഞു എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് ഉസ്താദെ. ആരോട് ചോദിച്ചാലും പറയണ എളുപ്പമുള്ള പണിയാണ് റിയൽ എസ്റ്റേറ്റ്. പിന്നെ കൂടുതൽ അങ്ങോട്ട് ചോദിക്കില്ലല്ലോ. റിയൽ എസ്റ്റേറ്റ് ആണ്. നേരം പോലത്തെ ഒരു മൊബൈൽ വിട്ട് നേരം പോലത്തെ അങ്ങോട്ട് ഇറങ്ങി കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പണി നടക്കുന്നില്ല. എന്നിട്ട് വെറുതെ പറയാ എന്താ പണി? റിയൽ എസ്റ്റേറ്റ് ആണ്. ഓ നല്ല സ്റ്റാൻഡേർഡ് വാക്കാണോ റിയൽ എസ്റ്റേറ്റ്. കച്ചവടം നടത്തി ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് കച്ചവടം നടത്താൻ പോകുന്നു? 4 ദിവസം മുമ്പേയുള്ള ദിനപത്രം നിങ്ങൾ വായിച്ചാൽ കാണാം. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ BSPയുടെ നേതാവ് മായാവതി കച്ചവടം നടത്തിയത് 4.5 ഏക്കർ ഭൂമി ചന്തനിൽ വാങ്ങി അമേരിക്കയിലൊരു ഇന്റർനെറ്റ് കമ്പനി വക രജിസ്റ്റർ ചെയ്തോ ഡോക്യുമെന്റ്സോ ആധാരോ അടിയാധാരോ കൊടുത്തു കഴിഞ്ഞു. അടിയാധാരം ആരെ? അള്ളാഹുവിന്റെ. അതിന് മുമ്പ് പ്രോപ്പർട്ടി ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. ആദ്യത്തെ വസ്തുവിന്റെ ലാൻഡിന്റെ ഓണർ തന്നെ മായാവതി. അവിടെ 4 ഏക്കർ സ്ഥലം മായാവതി ചന്തനിൽ വാങ്ങിച്ച് രജിസ്റ്റർ ചെയ്തോ. ഇനി സ്ഥലം വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് അമേരിക്കയിലേക്ക് ചെല്ലു, ചന്തനിലെ സ്ഥലം വാങ്ങിക്കാം. ഞാനൊരു 20 കൊല്ലം മുമ്പ് പ്രസംഗിച്ച കേസറ്റ്, 20 കൊല്ലം, ഞാൻ 27 കൊല്ലമായി വാങ്ങി തുടങ്ങിയിട്ട് 20 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിച്ച കേസറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്തുനിന്നും മംഗലാപുരത്തുനിന്നും ബോംബെയിലൊക്കെ വിമാനം പുറപ്പെടുമ്പോൾ ഇപ്പൊ വിളിച്ചു പറയുന്നത് തിരുവനന്തപുരത്തോ കോഴിക്കോടോ കൊച്ചിയിലൊക്കെ ചെന്നപ്പോൾ ഇതിനേക്കാം ദുബായിലേക്ക് പോകുന്ന IC 326 നമ്പർ ഫ്ലൈറ്റ് ബഹ്റൈൻ വഴി ദുബായിലേക്ക് പുറപ്പെടുന്നു. യാത്രക്കാർ കസ്റ്റംസ് എമിഗ്രേഷൻ ക്ലിയറൻസ് ചെക്കിങ് കടന്ന് ഉടൻ തന്നെ അവിടെ പാസഞ്ചറായിരിക്കേണ്ടതാണ്. ഇതൊരു 10-15 കൊല്ലം മുമ്പ് കേട്ടതാ. ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ പോയി ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് ചന്ദ്രൻ വഴി ചൊവ്വ വഴി യുറാനസിലേക്കുള്ള IC 326 നമ്പർ റോക്കറ്റ് അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പുറപ്പെടുന്നു. യാത്രക്കാർ ബോർഡിംഗ് പാസ് വാങ്ങി ലഗേജ് ക്ലിയറൻസ് എമിഗ്രേഷൻ കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ നടത്തി നിങ്ങൾ തന്നെ പാസഞ്ചർ ലോഞ്ചിൽ വന്നിരിക്കേണ്ടതാണ്. ഇതിപ്പോ കേൾക്കുന്നത് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? മനുഷ്യനിപ്പോ 2ാം ആകാശത്തിലേ എത്തിയിട്ടുള്ളൂ. ചൊവ്വാന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് 2ാം ആകാശത്തിലാണ്. 4ാം ആകാശത്തിന്റെ വലയം പേടിക്കാൻ ISROയുടെ ചെയർമാൻ
ഡോക്ടർ രാധാകൃഷ്ണനും കഴിഞ്ഞുപോയ മാധവൻ നായരും ഒന്നിച്ച് കൈകോർത്താൽ പോലും നാലാനാകാശം ഭേദിക്കാൻ സാധ്യമല്ല. കാരണം നാലാനാകാശത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സുബ്ഹാന ജല്ലജലാലുഹു നമ്മുടെ നാട്ടിൽ ആണവ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനാത്? വൈദ്യുതി ക്ഷാമം തീരാൻ. സൂര്യനിൽ ഒരൊറ്റ ദിവസം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹീലിയം, ഹൈഡ്രജൻ, ഈ രണ്ട് കെമിക്കൽ ഉണ്ടായാൽ ഈ ഭൂമി നശിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ വൈദ്യുതി പ്രവഹിക്കാനുള്ള ഹൈഡ്രജനും ഹീലിയവുമൊക്കെ സൂര്യനിലെ ഒരൊറ്റ ദിവസത്തെ കറണ്ട് കത്തുന്ന കറണ്ട് കൊണ്ട് ഉണ്ടാക്കാൻ കുട്ടികളെ 15 കോടി പ്രകാശവർഷമപ്പുറത്ത് ഉദിച്ചുയർന്നുകൊണ്ട് നിൽക്കുന്ന സൂര്യന്റെ അരികിലെത്താൻ മനുഷ്യന് സാധ്യമല്ല കരിഞ്ഞെങ്കിലും. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്നാനാകാശം കടന്ന്, രണ്ടാനാകാശം കടന്ന്, മൂന്നും കടന്ന്, നാലും കടന്ന്, അഞ്ചും കടന്ന്, ആറും കടന്ന്, ഏഴും കടന്ന്, ഏഴാനാകാശത്തിന് പ്രപഞ്ചത്തിന്റെ ദിക്കുവശായ സിദ്റത്തുൽ മുൻതഹായും കടന്ന് അല്ലാഹുവിനെ കണ്ട് നേരിട്ട് സംഭാഷണം നടത്തിയ ലോകത്തിന്റെ ഏകചരാചരം മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാര്യമല്ലാതെ ചൊവ്വയിൽ പോയിട്ട് നമ്മുടെ ISRO നാസയുടെ സഹായത്തോടെ വിട്ടൊരു 12 രൂപയുടെ സാധനം അവിടെ പോയി തലക്കുത്തി വീണപ്പോ അതിന് അവിടുന്ന് രണ്ടാമത് അയാത്താക്കി ഇവിടെ കൊടുന്നിറക്കിയപ്പോ അതിന്റെ തുമ്പത്തൊരു നനവുണ്ടായി എന്നാ പറയുന്നത്. എന്നിട്ട് അയിമ തർക്കം ചെയ്ത് ഭൂതക്കണ്ണാട വെച്ച് നോക്കിയിട്ട് പറഞ്ഞു അവിടെ വെള്ളം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും ഒരുപോലെ സാധ്യതയുണ്ട്. അതാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. നിങ്ങൾക്ക് 4ആനാകാശം കടന്നു റസൂലുള്ള, 5ആനാകാശം കടന്നു റസൂലുള്ള, 6ആനാകാശം കടന്നു റസൂലുള്ള, 7ാമത്തെ ആകാശത്തിൽ കിടക്കുന്ന പ്രപഞ്ചത്തിന്റെ ലാസ്റ്റ് എൻട്രി, അതിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്താ സാധനം മോനെ? നമ്മളിങ്ങനെ വാഴ്ന്നു പറയുമ്പോൾ കേട്ടിട്ടുണ്ട് അർശ്, കുർശ്, ലൗഹുൽ മഹ്ഫൂദ്, സിദ്റത്തുൽ മുൻതഹ. അതങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വയലു കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അറിയിച്ചു എന്തെങ്കിലും സിദ്റത്തുൽ മുൻതഹ അത് നമുക്കറിയില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഞങ്ങളും കേട്ടു. വാട്ട് ഈസ് ദ ലൗഹുൽ മഹ്ഫൂദ്? ലൗഹുൽ മഹ്ഫൂദ് എന്താ? എന്തോ സാധനം ഇടക്കിടക്ക് പറയാറുണ്ട്. ലൗഹുൽ മഹ്ഫൂദ്, അർശ്, സിദ്റത്തുൽ മുൻതഹ അതൊക്കെ ഇപ്പൊ ആർക്കറിയാനാ? ഇതൊന്നും ഒരു തർക്കം ഉണ്ടാകുമ്പോൾ പഠിച്ചു വെക്കണ്ടല്ല, വാചകത്തിൽ പഠിക്കണം. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ 7ാം ആകാശത്തിന്റെ അറ്റ.